ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെയെന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ MR എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഒരാൾ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ ഇനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം അഗ്നിവീർ MR എക്സാമിനേഷൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് നോക്കാം. ഈ ഒരു എക്സാമിനേഷൻ ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് മീൻസ് ഒരു ചോദ്യവും 4 ഓപ്ഷൻസും, അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് അഗ്നിവീർ MRൻ്റെ എക്സാമിനേഷൻ ഉണ്ടാവുക. എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആകെ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ശരിയുത്തരത്തിനും ഓരോ മാർക്ക് വീതം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. 0.25 മാർക്സാണ് നെഗറ്റീവ് മാർക്ക്. അതായത് 4 ചോദ്യങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ 1 മാർക്ക് വീതം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. ഈ ഒരു എക്സാമിനേഷൻ്റെ സമയദൈർഘ്യം 30 മിനിറ്റാണ്. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 50 ചോദ്യങ്ങൾ കവർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ്റെ 2 സെക്ഷൻസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, ജനറൽ നോളജ് തുടങ്ങിയ 2 സെക്ഷൻസാണ് ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക. ഈ ഒരു എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് 10ാം ക്ലാസ് ലെവൽ ആയിരിക്കുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് എക്സാം സിലബസ് നോക്കാം. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ നേച്ചർ ഓഫ് മാറ്റർ, യൂണിവേഴ്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, വർക്ക്, എനർജി ആൻഡ് പവർ, ഹീറ്റ്, ടെമ്പറേച്ചർ, മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, മെഷർ ഇൻ സയൻസ്, സൗണ്ട് ആൻഡ് വേവ് മോഷന്, അറ്റോമിക് സ്ട്രക്ചർ, മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആൽജിബ്രിക് ഐഡൻറ്റിറ്റീസ്, ലീനിയർ ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ്, സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ്, ബേസിക് ട്രിഗ്നോമെട്രി, സിമ്പിൾ മെൻസ്ട്രേഷൻ, ജിയോമെട്രി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ലോസ് ആൻഡ് പെർസെൻറ്റേജ്, വർക്ക്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് തുടങ്ങിയ ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് സെക്ഷനിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത ജനറൽ നോളജ് നോക്കുകയാണെങ്കിൽ കൾച്ചർ ആൻഡ് റീജിയൻ, ഫ്രീഡം മൂവ്മെൻറ്റ്, ഇമ്പോർട്ടൻറ്റ് നാഷണൽ ഫാക്ട്സ് എബൌട്ട് ഇന്ത്യ, ഹെറിറ്റേജ്, ആർട്സ് ആൻഡ് ഡാൻസ്, ഹിസ്റ്ററി, ഡിഫൻസ്, വാർ ആൻഡ് നെയ്ബേഴ്സ്, അവാർഡ് ആൻഡ് ഓതേഴ്സ്, ഡിസ്കവേഴ്സ്, ഡിസീസ് ആൻഡ് ന്യൂട്രീഷൻസ്, കറണ്ട് അഫയേഴ്സ്, ലാംഗ്വേജസ്, ക്യാപിറ്റൽ ആൻഡ് കറൻസീസ്, കോമൺ നെയിംസ്, ഫുൾ ഫോം ആൻഡ് അബ്രിവേഷൻസ്, എമിനൻറ്റ് പേഴ്സണാലിറ്റി, നാഷണൽ ബേർഡ്സ്, അനിമൽസ്, ഫ്ലവേഴ്സ്, സ്പോർട്സ്, ആന്തം, സോങ്, ഫ്ലാഗ് മൊമെൻറ്റ്സ് എക്സെട്ര, സ്പോർട്സ്, ജിയോഗ്രഫി തുടങ്ങിയ ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് ജനറൽ നോളജിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുന്ന സിലബസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ ഏകദേശ ഐഡിയ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു എക്സാമിനേഷൻ, അതായത് അഗ്നിവീർ MR എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.